എല്ലാവർക്കും തിരുവാതിര ദിന ആശംസകൾ നേരുന്നു. അപ്പോൾ ഞാനിന്നിവിടെ തിരുവാതിര പുഴുക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ. പുഴുക്ക് തയ്യാറാക്കാനായിട്ട് ഇവിടെ 4 കൂട്ടം പയർവർഗ്ഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. കടല, വൻപയർ, തുവര, മുതിര. ഇനി ഈ പയറുവർഗ്ഗങ്ങളെല്ലാം നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 വിസിൽ കുക്കറിൽ പോയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കപ്പ, ചേന, കാച്ചിൽ, പിന്നെ കായ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കാന്താരി മുളക്, അതുപോലെ തന്നെ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ഇനി മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിൽ ചതച്ചെടുക്കുമ്പോൾ അധികം അരഞ്ഞ് പേസ്റ്റ് രൂപത്തിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ വർഗ്ഗങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കുഴഞ്ഞ രീതിയിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അതുപോലെ തന്നെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഴുക്ക് റെസിപ്പിയാണ്. അപ്പോൾ തിരുവാതിരയ്ക്കായ സ്ഥിതിക്ക് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.